ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ മരിച്ച അന്ന് രാത്രി നമ്മുടെ കാവേരി തൻ്റെ ഉള്ളിലെ സംശയം വിനോദിനോട് പറയുവാണ്. ഒരു സിഗരറ്റ് വലിക്കുവാട്ടെ, അല്ലെങ്കിൽ ഒരു കള്ളു കുടിക്കാട്ടെ, ഒന്നും ചെയ്യാത്ത ഒരാൾ, ആ ആൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വിനോദാണെങ്കിൽ കാവേരിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, അങ്ങനെയൊന്നും വിചാരിച്ച് സങ്കടപ്പെടേണ്ട. ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പലരും അവനവന് വേണ്ടിയല്ല ജീവിക്കുന്നത് എന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അമ്മാവൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് വിനോദ് ഇങ്ങനെ കാവേരിയെ സമാധാനിപ്പിക്കുക. കാവേരിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയണം. പിന്നെ നീ തളർന്നു പോകരുതെന്നും, നമ്മൾ തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെയും അനിയത്തിമാരെയൊക്കെ എന്ത് ചെയ്യും എന്ന കാര്യം വിനോദ് ചോദിക്കുവാണ്. ഇനി അച്ഛൻ അങ്ങോട്ടില്ല എന്നുള്ള ബോധത്തോടു കൂടി എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ജീവിച്ച് തുടങ്ങണം എന്നും വിനോദ് പറയുവാണ്. നാളെ മുതൽ ഈ വീട് പഴയ രീതിയിലാവണം, ആയേ പറ്റൂ. അച്ഛനില്ല എന്നുള്ളൊരു വേദന കൊണ്ട് ഒരിക്കലും വീട് തകർന്നു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിനോദ് കാവേരിയെ ഉപദേശിക്കുക. അപ്പോൾ വിനോദേട്ടൻ പറയുന്നതെല്ലാം കേട്ട് കാവേരി അതെല്ലാം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അങ്ങോട്ട് അച്ഛനില്ലാത്ത വീട് മുന്നോട്ട് പോയേ പറ്റൂ. അമ്മയും ചേച്ചിയും അനിയത്തിമാരും എല്ലാവരും അതിലൊക്കെ അവരെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് നിന്നേ പറ്റൂ എന്നുള്ള ഒരു ഉത്ബോധം നമ്മുടെ കാവേരിക്ക് വന്നു. കാവേരി ആ ഒരു തീരുമാനത്തിൽ തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കുക. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പതുപോലെ തന്നെ എഴുന്നേറ്റു. എല്ലാവരും തകർന്ന് തരിപ്പണമായി ഇങ്ങനെ ആ മൂലയിൽ ഈ മൂലയിലൊക്കെ ഇരിക്കുവാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്നിലും അമ്മയ്ക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. വല്യമ്മയാണെങ്കിൽ അച്ഛമ്മയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നത് അമ്മായി ആണെങ്കിൽ ഒരു മരണവീടാണല്ലോ, മരണവീട്ടിൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഗംഗ അടുക്കളയിൽ കയറി എല്ലാവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ഇടുന്നു. ആ സമയത്ത് ഇളയ അനിയത്തി അവിടെ കിടന്നുറങ്ങുക. അനിയത്തി കുട്ടിക്കുള്ള ചായയായിട്ട് ഗംഗ ചെന്നപ്പോൾ കൊച്ചു നല്ല ഉറക്കം. എൻ്റെ തലയിലൊക്കെ തലോടി അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഗംഗ ഇങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മായി അവിടെ അടിച്ചൊക്കെ വാരിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വീട്ടിലേക്ക് ഋഷിയുടെ അച്ഛൻ കയറി വരുന്നത്. അദ്ദേഹം കയറി വന്നപ്പോഴേക്കും ശാരദമായി അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു. ശാരദമായി അങ്ങ് ചെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. വന്നോ എന്നും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കയറി വന്നു. ഇവരെല്ലാവരും മാന്യമായി തന്നെ അദ്ദേഹത്തിനോട് ഇടപെട്ടു. അപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നു. പിന്നെ ചടങ്ങുകളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചോദിക്കുവാണ്. അതെല്ലാം ചോദിച്ച് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചൂലും പൊക്കി പിടിച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ വരുവാണ്. തനിക്ക് നാണോ ഇല്ലേടോ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ കിട്ടിയ അവസരമാണല്ലോ, അത് മാക്സിമം ഉപയോഗപ്പെടുത്താം എന്ന് അമ്മായി വിചാരിച്ചിട്ടുണ്ടാവും. അമ്മായിയെ ചൂലും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മരിച്ച് ഈ കുട്ടികളുടെ അച്ഛൻ തലയ്ക്ക് മീതെ നിൽക്കുക. എൻ്റെ അരവിന്ദേട്ടൻ മരിച്ചതിൻ്റെ ചൂട് പോലും അറിയില്ല. അതിനു മുന്നേ വിവാഹാലോചിക്കാനായിട്ട് കയറി വരാൻ നീയൊക്കെ ഏത് കുടുംബത്തിൽ പറഞ്ഞാണെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ മോശമായി സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര ഇൻസൾട്ടായി പോയി. അപ്പോൾ ശാരദേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ വിളിച്ചു. അമ്മയൊന്നും പറയണ്ട, ഇയാൾ കാണിക്കുന്നത് എന്താ മര്യാദയാണോ? അല്ലെങ്കിൽ തന്നെ ഇയാളും ഇയാളുടെ കുടുംബക്കാരും കാലൻ്റെ കയറുമായിട്ടാണ് ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്. എന്നാ കല്യാണം ആലോചിച്ചോ അന്നോട്ട് എൻ്റെ അരവിന്ദേട്ടൻ ഒരുപാട് സങ്കടപ്പെട്ടു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അപ്പോഴേക്കും ഇവിടെ അവരെല്ലാവരും ആകെ തകർന്ന് ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക, ശാന്തയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ചേട്ടൻ ഈ ശാരദയുടെ ഈ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതുപോലെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വെറുപ്പും പോലെയായി. നിങ്ങൾ എന്താ ഈ പറയണേന്ന് അദ്ദേഹം ചോദിച്ചു. ഞാനിവിടെ ഋഷിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞു. ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് പിന്നെ അപ്പോഴത്തേക്കും കാവേരി അങ്ങോട്ടേക്ക് വന്നു. എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ഗംഗ അവിടുന്ന് ചായയായിട്ട് വരുന്ന സമയത്താണ് ഇദ്ദേഹം ഇതിനു വേണ്ടി വന്നതല്ലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക. പിന്നെ ഇയാൾ വന്നതിൻ്റെ ഉദ്ദേശം എന്തിനാ പിന്നെ താൻ പിറ്റേ ദിവസം തന്നെ ഇങ്ങ് പോകുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശാരദ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും വിനോദും അവിടെ നിന്ന് വന്നു. ഈ വീട്ടിലെ അരവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ നല്ലൊരാളായിരുന്നു. നല്ല മനസ്സിനും നല്ല വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു. ആ മനുഷ്യന് കൊടുത്തൊരു വാക്കുണ്ട്. ആ മനുഷ്യനുമായി വാക്കാൽ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് ആ കൊടുത്ത വാക്ക് തിരിച്ചെടുക്കുകയാണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയും ഇത് കേട്ട് ഗംഗ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ഞങ്ങളുടെ മകൾ ഋഷിക്ക് വേറെ പെണ്ണ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വിവാഹത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിയുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ഗംഗയുടെ കയ്യിലിരുന്ന കപ്പ് നിലത്ത് വീണ് പൊട്ടി ചായയായിട്ട് വന്നായിരുന്നു. ആകെതായി പെട്ടെന്ന് എല്ലാവരും ഞെട്ടലോടെ ഗംഗയെ നോക്കി കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏത് ഭാവത്തിൽ നിൽക്കണമെന്ന് പോലും അറിയില്ല. കരയാൻ പറ്റില്ല. കരഞ്ഞാൽ അവരെല്ലാവരും കരയും.
കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഗംഗ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഈ വീട്ടിലെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നല്ലെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാ അവസ്ഥകളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഞാനിപ്പോൾ ഇതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദകേടായി പോകുമെന്നും ആ മനുഷ്യനോട് ഞാൻ കാണിക്കുന്ന ഒരു മര്യാദകേടായി പോകുമെന്നൊക്കെയുള്ള ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ പറയുവാണ്. എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളോട് നീരസമൊന്നും തോന്നിയിട്ട് കാര്യമില്ല, ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗംഗ ഒന്ന് ചിരിച്ചിട്ട് പതുക്കെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അദ്ദേഹം അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയൊക്കെ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല. അച്ഛൻ മരിച്ചു, കല്യാണവും മുടങ്ങി, നെഞ്ചു പൊട്ടി നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നമ്മുടെ ഗംഗ റൂമിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് ചങ്ക് പൊട്ടി കരയുവാണ്. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അവരും ആളും കൈ ഒഴിഞ്ഞു. ആ ഒരു ഭയങ്കര അവസ്ഥയിൽ ഇങ്ങനെ ഗംഗ ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും ഈ ചേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി. വിനോദ് ഓടി പുറകെ ചെന്നു കേട്ടോ. ചേട്ടാ അങ്കിളെ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ഈ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? ഈ വീട്ടിൽ ഇപ്പം എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നും അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് പറയുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാടോ? ഋഷി ഗംഗയെ വിവാഹം കഴിക്കുന്നത്, ഞങ്ങൾക്ക് ഗംഗയോടോ ഈ വീട്ടുകാരോടോ ഒരു നീരസവും ഇല്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഇവരോട് ഒരു ഇഷ്ടക്കുറവും ഇല്ല. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ ഉള്ളവർക്ക് ആർക്കും ഗംഗയെ ഋഷി വിവാഹം കഴിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയും. എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം നോക്കുമ്പോൾ എന്താ, അവരുടെ രണ്ടുപേരുടെ നിശ്ചയത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ബാനറുണ്ടല്ലോ, ആ സംഭവം അവിടെ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുക ശാരദ. അത് കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും പറയാനുണ്ടോ? സ്വന്തം അമ്മ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വിനോദിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിനോദ് ഇങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആകെ മാനസികമായിട്ട് വിനോദ് തകർന്നു പോയി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇഷ്ടക്കുറവുള്ളൊരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനെ അയക്കുക? മാത്രമല്ല നാളെ അവരുടെ ജീവിതത്തെ പോലും ബാധിക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നും ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അമ്മാവൻ പോയതിൻ്റെ ആ ഒരു വിഷമത്തിൽ അമ്മ അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതാണ്. അതൊന്നും കാര്യമായിട്ട് എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വിനോദ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ വിനോദ് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും. ഒരു മരണ വീട്ടിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും സംഭവിക്കുക, അവിടുത്തെ ഉള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങളും മനുഷ്യർ തന്നെയല്ലേ. പക്ഷേ ഈ വിവാഹമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തറപ്പിച്ച് ഇയാൾ പറയുക. അപ്പോൾ ഇയാൾ ഇതിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വിഷമമായിപ്പോയി വിനോദിനും. അപ്പോൾ ഇനി ഇതുമായിട്ട് മുന്നോട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങ് പോയി. ഗംഗയാണെന്നുണ്ടെങ്കിൽ അകത്തിരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഗംഗ അകത്തിരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വിനോദിന് സഹിക്കാൻ പറ്റുന്നില്ല ഗംഗയുടെ ആ ഒരു കരച്ചിൽ. കാരണം അതുപോലെ ഗംഗയെ ആഗ്രഹിച്ച ഒരാളാണല്ലോ വിനോദ്. ഈ സമയത്ത് നമ്മുടെ കാവേരിയൊക്കെ ഗംഗയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പോൾ ഇവർ ഉള്ളു പൊട്ടിയാണ് പറയുന്നത്. ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്കിങ്ങനെ ഒരു സങ്കടം വന്നപ്പോൾ നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയവർ നമ്മളെങ്ങനെ വിശ്വസിക്കും? അവരൊരിക്കലും നമുക്കൊരു താങ്ങായി നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഗംഗയെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടി കാവേരി ശ്രമിക്കാം. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് ആ വിവാഹം മാറിപ്പോയതിൽ അല്ലെങ്കിൽ അവർക്കിത് വേണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, സന്തോഷമുള്ളൂ. ഞാൻ അല്ലെങ്കിൽ തന്നെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇനി എങ്ങാനും എൻ്റെ കല്യാണം നടന്നു പോയാൽ നിങ്ങൾക്കൊക്കെ ആരാ ഉള്ളതെന്ന് ഓർത്ത്. ഇനിയിപ്പോൾ നമുക്ക് ആ പേടിയുടെ ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാമല്ലോ. നമ്മുടെ അമ്മയ്ക്ക് നമ്മളുണ്ടല്ലോ, നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. നമ്മളെ മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ നമ്മളെന്തിനാ പോയി നിന്ന് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് പറയാൻ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗംഗ ഇങ്ങനെ കാവേരിയുടെ മുന്നിൽ സ്വയം ഇവരെ ബോധ്യപ്പെടുത്താനായിട്ട് സ്വയം നീറിക്കൊണ്ട് ഇങ്ങനെ പറയുക. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗംഗയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത് കാവേരിക്ക് അറിയുകയും ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മുടെ വീടാകെ എന്താ പറയുക, മരണവീടിൻ്റെ ഇപ്പോൾ 2 മരണം നടന്നൊരവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുക. ഇതേ സമയത്ത് വിനോദ് ഇത് കാവേരിയോട് പറഞ്ഞു. അവർ എന്നാലും ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ എന്ന് കാവേരി ഇങ്ങനെ അവിടെ നിന്ന് വിനോദിനോട് പറയുമ്പോൾ ഈ ശാരദാമായി ചെയ്തതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം വിനോദ് പിന്നെ കള്ളത്തരം ഇല്ലാത്ത പഞ്ചപാവമായതുകൊണ്ട് അതങ്ങനെ പറഞ്ഞു. ഇത് കേട്ട കാവേരിക്ക് സഹിക്കോ? കാവേരി ഓടിക്കേറി ഇങ്ങ് വന്നു. അമ്മായി എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ അമ്മായിയോട് ആരാ? ഋഷിയുടെ വീട്ടുകാരോട് ആ രീതിയിലൊക്കെ സംസാരിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം ഞാനെന്ത് സംസാരിച്ചു? ഞാൻ നടന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അവരുടെ വിവാഹാലോചന നടന്നതിന് ശേഷമല്ലേ അവരോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് അവരോട് ഈ വിവാഹം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് അമ്മായിയാണ് തീരുമാനിക്കുന്നത്. പിന്നെ ആരാ തീരുമാനിക്കേണ്ടത്? ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഞാനല്ലേ.
അപ്പോൾ പിന്നെ ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കാവേരി പറഞ്ഞു, അതേ ആ തീരുമാനമൊക്കെ അങ്ങ് സ്വന്തം വീട്ടിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനോ കൂടുതൽ തീരുമാനങ്ങൾ അറിയിക്കാനോ അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞു. കാവേരി നേർക്ക് നേരെ നിന്നിങ്ങനെ പറയാം, ഓ എന്നും പറഞ്ഞുകൊണ്ട് ശാരദയുടെ തനി നിറം പിന്നെ പുറത്തിറക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറച്ചിലായി. കാവേരിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശാരദയെ കൊണ്ട് കഴിഞ്ഞില്ല. ശാരദ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.